Hi everybody, have a good day. Hope you all fine. നമ്മുടെ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു പരസ്യമുണ്ട്. ഇപ്പം അതൊരു ഭയങ്കര വൈറൽ പരസ്യമായി മാറിയിരിക്കുകയാണ്. എല്ലാവരും എല്ലാ ക്ലയൻറ്റും ആഗ്രഹിക്കുന്ന ഒരു വൈറൽ പരസ്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ വളരെയധികം പ്രശംസ ആർജിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒത്തിരി പോസിറ്റീവ് കമൻസുകളുമായിട്ട് ഇപ്പോൾ ഓൺലൈനിൽ എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും പ്രശംസിക്കുന്ന ഒരു പരസ്യമാണ് ഭീമ ജുവലറിയുടെ ഏറ്റവും പുതിയ പരസ്യം. ഭീമ ജുവലറിക്ക് നിരവധി പരസ്യങ്ങൾ നിർമ്മിക്കാനും സംവിധാനം ചെയ്യാനും എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് അതിനെ എല്ലാ സ്വാതന്ത്ര്യവും അതിൻ്റെ എല്ലാ സ്വാതന്ത്ര്യത്തോടെ ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം തരുന്ന ഒരു ക്ലയൻറ്റാണ് ഭീമ. അതുകൊണ്ട് തന്നെ ഒരു ക്രിയേറ്റീവ് ടാലൻ്റ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് പേഴ്സണ് താൻ മനസ്സിലാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ഫിലിം അതിൻ്റെ എല്ലാ ക്രിയേറ്റീവ് വാല്യൂവും ആഡ് ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഭീമയുടെ പരസ്യം ചെയ്യുമ്പോൾ മാത്രമേ കിട്ടാറുള്ളൂ. വളരെ അപൂർവമാണ്. അപ്പോൾ ഭീമയുടെ പരസ്യം ഞാൻ പലതും ചെയ്യുന്നത് കൊണ്ട് പലരും എന്നെ വിളിച്ചു, ഈ പരസ്യം ഞാനാണോ ചെയ്തതെന്നറിയാനായിട്ട് വിളിച്ചു. ഈ പരസ്യം ചെയ്തത് ഞാനല്ല. പക്ഷേ ഈ പരസ്യം എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തുകയും ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തൊരു പരസ്യമാണിത്. പരസ്യത്തിലൂടെ സമൂഹത്തിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് കാണിക്കുന്ന ഒരു പരസ്യമാണിത്. ജെൻഡർ ഈക്വാലിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ ജെൻഡർ ഈക്വാലിറ്റിയെ ബേസ് ചെയ്ത് നിരവധി പരസ്യങ്ങൾ വേൾഡ് വൈഡായിട്ട് ഇന്നുണ്ടായിട്ടുണ്ട്. അത് 2-3 വർഷങ്ങളായി ആ ചേഞ്ചസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധി പരസ്യങ്ങൾ, ചില പരസ്യങ്ങൾ നമുക്ക് കണ്ടു നോക്കാം. That is your Rush Block. Gillette's new commercial making waves on social media. It's about a father teaching his transgender son how to shave. Growing up, I was always trying to figure out what kind of man I wanted to become, and I'm still trying to figure out what kind of man that I want to become. I always knew I was different. I didn't know that there was a term for the type of person that I was. I went into my transition just wanting to be happy. I'm glad I'm at the point where I'm able to shave. South, south, north, north, east, west, never in a hurry. Right. One. Now, don't be scared. Don't be scared. Shaving is about being confident. Oh, you're doing fine. You are doing fine. I'm at the point in my manhood where I'm actually happy. It's not just myself transitioning, it's everybody around me transitioning. Gemma Miller? Gemma Miller, please come to room 4. Hello? Hello?
Hey, Dad. Hey! Carol, you remember my Gemma? Gemma. And what's your name? It's James. James? ലോകത്താകമാനം നടക്കുന്ന മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി ഇന്ന് പല ബ്രാൻഡുകളും ഈ ജെൻഡർ ഈക്വാലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഈ കേരളത്തിൽ, ഇന്ത്യയിലും പല പരസ്യങ്ങൾ വന്നിട്ടുണ്ട്. പല പരസ്യങ്ങൾ നമ്മൾ കണ്ടു കാണും. ഈവൻ ലൈഫ് ബോയുടെ ഒരു പരസ്യമുണ്ട്. അങ്ങനെ പല പരസ്യങ്ങളുണ്ട്. ഇപ്പോൾ ഡോർമയിൽ വരുന്നതാണ്, നിരവധി പരസ്യങ്ങളുണ്ട്. फिर एक दिन मम्मी आई. बहुत प्यार से मुझे अपनी गोद में बिठाया और मुझे अपने घर ले गई. तबीयत खराब थी तो पूरी रात मेरे साथ बैठी रही. सुबह मम्मी ने एक सुंदर सी रेड फ्रॉक पहनाई, मेरे लिए ढेर सारे चिप्स बनाए. मम्मी के साथ 10 साल हो गए. अब तो मम्मी मम्मी कम और दोस्त ज़्यादा बन गई. संडे हम दोनों का फेवरेट दिन है. बालों में तेल लगाने के बाद दोपहर में मेरा फेवरेट लंच कड़ी चावल और रात में हॉरर फिल्म. डर लगता है पर मम्मी होती है ना तो नहीं लगता. ये है मेरी मम्मी, है ना प्यारी? मम्मी ने लाइफ में इतने प्रॉब्लम्स देखे, कितना कुछ सहा है, पर फिर भी उन्होंने हमेशा मेरा ख्याल रखा है. सिविक्स बुक में तो लिखा है कि सबके लिए बेसिक राइट सेम होते हैं, फिर मम्मी को क्यों नहीं है? इसलिए मैं डॉक्टर नहीं, लॉयर बनूंगी मेरी मम्मी के लिए. കേരളത്തിൽ പക്ഷേ ഇങ്ങനൊരു പരസ്യം ചെയ്യാൻ ഒരു ബ്രാൻഡ് മുന്നോട്ട് വന്നിട്ടില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള ആശയങ്ങൾ നമ്മൾ ഒരു ഒരു ബ്രാൻഡ് ഹെഡിനെ സമീപിക്കുമ്പോൾ, ഇങ്ങനെയുള്ള ആശയങ്ങളുമായി സമീപിക്കുമ്പോൾ പലപ്പോഴും അത് ഉൾക്കൊള്ളാനോ അത് മനസ്സിലാക്കാനോ പല ബ്രാൻഡുകൾക്കും കഴിയാറില്ല. അതുകൊണ്ട് തന്നെ അവരാവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായ പരസ്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരു പരസ്യ നിർമ്മാതാവ് തയ്യാറാകേണ്ടി വരും. ഭീമ ജ്വല്ലറിയെ പോലുള്ളൊരു ക്ലയൻറ്റ് ഇങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു വിഷയം തിരഞ്ഞെടുക്കാനും ആ വിഷയം ചെയ്യാൻ മുന്നോട്ട് വന്നതിനുമാണ് നമ്മൾ ആദ്യം അഭിനന്ദിക്കേണ്ടത്. അങ്ങനൊരു വിഷയം സമൂഹത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ആ സമൂഹം അത് അപ്രിസിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഇതുപോലെ നന്മകളെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്ന പരസ്യങ്ങൾ നിരവധി വേൾഡ് വൈഡ് ആയിട്ട് ഉണ്ടാകുന്നു. നമ്മളെ ടച്ച് ചെയ്തിട്ടുള്ള ഇഷ്ടം പോലെ എമോഷണലി കണക്ട് ചെയ്തിട്ടുള്ള, എമോഷണലി നമ്മളെ കരയിപ്പിച്ചിട്ടുള്ള നിരവധി പരസ്യങ്ങളുണ്ട്. Thank you so much. Oh, you're welcome. When are you going back? Oh, 2 days. You have to come to my house. Oh, no, I can't. No, you have to come to my house. This is my no, son's really. car. I can't come to your house. Tomorrow is my festival day. Oh, I You can't. have to, please. Please come. Okay, I'll try. Yeah. This home food for you. Don't eat hotel food. This is healthy food for you. Thank you. This is for you. And this is from me.
Thank you. Take care. I've been flying to India for 2 years now. It's a feeling I cannot describe. The more I discover, the more I fall in love. He lies. He lies about having a job. He lies about having money. He lies that he is not tired. He lies that he is not hungry. He lies that we have everything. He lies about his happiness. He lies because of me. പണ്ട് ബ്രാൻഡിന് ഹീറോ ആക്കിയായിരുന്നു നമ്മളെല്ലാം പറയുമ്പോൾ ബ്രാൻഡ് ഷുഡ് ബി ദ ഹീറോ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു പരസ്യങ്ങളിൽ. പരസ്യം എന്ത് ചെയ്താലും ബ്രാൻഡ് ആയിരിക്കണം ഹീറോ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ഇന്ന് അതല്ല, അത് ആകെ മാറി. ഇന്ന് സ്റ്റോറിയാണ് ഹീറോ. നമ്മൾ പറയുന്ന സ്റ്റോറിയാണ് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ്. ആ സ്റ്റോറി എത്ര മനോഹരമായിട്ട് എത്ര മനസ്സിലേക്ക് ആൾക്കാരിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ എങ്ങനെ അവരെ ടച്ച് ചെയ്യുന്നു, അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ബ്രാൻഡിനെ അത് കണക്ട് ചെയ്യുന്നത്. ബ്രാൻഡിനേക്കാൾ വലുതാണ് ഇപ്പോൾ സ്റ്റോറി. ആ സ്റ്റോറിയുടെ ഇമ്പോർട്ടൻസിലൂടെയാണ് ബ്രാൻഡ് ഒരാളുടെ മനസ്സിൽ അയാളുടെ മനസ്സിൽ ഇഷ്ടമായി മാറുന്നത്. ഇപ്പോൾ ഈ പരസ്യം തന്നെ എടുത്താൽ, ഈ പരസ്യത്തിൻ്റെ നമ്മൾ യൂട്യൂബ് ചാനലിൻ്റെ താഴേക്ക് നോക്കി എത്രയോ പേരാണ് ഭീമ ജ്വല്ലറി അഭിനന്ദിക്കുന്നത്. കാര്യം അങ്ങനെ ഒരു പരസ്യം ചെയ്യാൻ മനസ്സുമായിട്ട് മുന്നോട്ട് വന്ന, അല്ലെങ്കിൽ മനുഷ്യ നന്മയുടെ ഭാഗമായി മാറാൻ അല്ലെങ്കിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ബ്രാൻഡിനെ എല്ലാവരും ഇഷ്ടപ്പെടും, എല്ലാവരും പ്രകീർത്തിക്കും, എല്ലാവരും അഭിനന്ദിക്കും. സമൂഹത്തിലെ നന്മകളെ കണ്ടെത്തി അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് നന്മ പകരുന്ന അല്ലെങ്കിൽ നല്ല ചിന്തകൾ പകരുന്ന പരസ്യങ്ങൾ ചെയ്യാൻ പരസ്യ നിർമ്മാതാക്കൾ തയ്യാറാകണം, അതിനെഴുതുന്നവർ തയ്യാറാകണം. അത് ചെയ്യാനും അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി അത് ജനങ്ങളിലേക്ക് എത്തും, ജനങ്ങൾ ഇഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കുന്ന പുതിയ ക്ലയൻസ് നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള ക്ലയൻറ്റുകൾ മുന്നോട്ട് വരുമ്പോൾ ഇതുപോലുള്ള പരസ്യങ്ങൾ വീണ്ടും വിടും. വേൾഡ് വൈഡായിട്ട് നിരവധി പരസ്യങ്ങൾ നമ്മളെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെ ഷെയർ ചെയ്ത് പലരിലേക്കും എത്തിക്കുന്ന നിരവധി പരസ്യങ്ങളുണ്ട്. അതിന് കാരണം അതിനകത്ത് സ്റ്റോറിയാണ്. അവസാനം നമ്മൾ ആ ബ്രാൻഡ് കാണുമ്പോൾ ആ ബ്രാൻഡിനെ നമ്മൾ ഇഷ്ടപ്പെടുക. കാര്യം അങ്ങനത്തെ ഒരു സ്റ്റോറി ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന ആ ബ്രാൻഡിനെ എല്ലാവരും ബഹുമാനിക്കും. നമ്മൾ ആ പരസ്യത്തിലൂടെ ആ ബ്രാൻഡിനെ ഓർക്കുകയും ചെയ്യും. ബിക്കോസ്
നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ആ ബ്രാൻഡ് ചർച്ചയിൽ വരും. അത് നേരിട്ട് ആ ബ്രാൻഡിന് ചിലപ്പോൾ ആ സിനിമയിലെ കണ്ടൻറ്റോ അല്ലെങ്കിൽ സ്റ്റോറിയായിട്ടോ കണക്ഷനേ കാണില്ല, ഒരിക്കലും കണക്ഷനേ കാണില്ല. എവിടേക്കോ എന്തെങ്കിലും ഒരു കണക്ടിവിറ്റി അത് ക്രിയേറ്റ് ചെയ്തിരിക്കാം. ടോട്ടൽ ആ ഫിലിം ആ സ്റ്റോറിയുടെ കണ്ടൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ സ്റ്റോറിയുടെ ഇമ്പോർട്ടൻസിന് വേണ്ടി ചിത്രീകരിച്ച രീതിയിലായിരിക്കും അതിരിക്കുന്നത്. ബ്രാൻഡിനെ ഒരിക്കലും മുടച്ചു നിൽക്കാവുന്ന രീതിയിൽ അല്ലാതെ കാണിക്കുന്നത്. അതും ഇവിടെ ഭീമ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു നമ്മൾ ചെയ്യുന്ന പരസ്യം വൈറലായി മാറണമെന്ന്. അത് വൈറലായി മാറാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയുള്ള സബ്ജക്റ്റുകൾ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വളരെ ചുരുക്കം കഥകൾ മാത്രമേ ആൾക്കാരുടെ മനസ്സിലേക്ക് എത്തുന്നുള്ളൂ. പലപ്പോഴും പരസ്യം ചെയ്തു വരുമ്പോൾ ഏതെങ്കിലും ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ആയിരിക്കും, പക്ഷെ അത് ചെയ്തു വരുമ്പോൾ അതൊരു പരസ്യമായി മാറിപ്പോവും. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് ആൾക്കാർ അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യില്ല. വെറും ഒരു പരസ്യം അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു സബ്ജക്റ്റ് ആയിരിക്കും, അത് ചെയ്തു വരുമ്പോൾ അതൊരു പരസ്യമായി അല്ലെങ്കിൽ ഹൈലി സിനിമാറ്റിക് ആയി പോകും. അതിന് ജീവിതമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള അതിൻ്റെ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ മേക്കിങ്ങിലോ വരുന്ന പാളിച്ചകളും കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അത് എപ്പോഴും നമ്മളിപ്പോൾ പല കാര്യങ്ങൾ ശ്രദ്ധിച്ചാലും മനസ്സിലായി. ഇപ്പം നമ്മൾ ഈ ഇലക്ഷന് വേണ്ടിയൊക്കെ പരസ്യങ്ങൾ ഇഷ്ടംപോലെ നമ്മൾ കണ്ടു. പലതും അത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് മനസ്സിൽ കണക്ട് ചെയ്യുന്ന പരസ്യങ്ങളുണ്ട്, പിന്നെ പ്രേക്ഷകരിലേക്ക് എമോഷണലി കണക്ട് ചെയ്യുന്ന പരസ്യങ്ങളുണ്ട്. മറ്റു പലതും ഒരു സിനിമാറ്റിക് അല്ലെങ്കിൽ ഒരു പരസ്യം പോലെ തന്നെ ആയിപ്പോയ പരസ്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആ പരസ്യത്തിൻ്റെ സ്വഭാവം നമ്മൾ പറയുന്ന ഈ സീരിയൽ സിനിമ ബന്ധം പോലെ സീരിയൽ സിനിമ ഡിഫറൻസ് പോലെ തന്നെയാണ് ഒരു സിനിമാറ്റിക് പരസ്യവും അല്ലെങ്കിൽ ഒരു പരസ്യത്തിൻ്റെ രീതിയിലുള്ള ഒരു പരസ്യവും ഈ നമ്മൾ പറയുന്ന ഈ വൈറൽ വീഡിയോസും അല്ലെങ്കിൽ വൈറൽ കോൺസെപ്റ്റുകളിലൂടെ ഒരു ബ്രാൻഡിനെ ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന വ്യത്യാസവും രണ്ടും രണ്ട് രീതിയിലാണ്. എനിവേ ഇതുപോലുള്ള പരസ്യങ്ങൾ ഇനിയും ഇവിടെ വരണം. അതിന് ഇനിയും പുതിയ പുതിയ ചിന്തകളും പുതിയ പുതിയ ആശയങ്ങളും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഇതുപോലുള്ള പരസ്യങ്ങൾ ചെയ്യാൻ ഇനിയും പുതിയ പുതിയ കമ്പനികളും അതിൻ്റെ മേധാവികളും അതിന് തയ്യാറായി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാര്യം പരസ്യം വെറുമൊരു പരസ്യമായി പോകാതെ സമൂഹത്തിൽ മാറ്റങ്ങളും നന്മയും നല്ല ചിന്തകളും വളർത്തുന്ന ഒരു രീതിയിലേക്ക് പരസ്യ മേഖലയുടെ രീതി അല്ലെങ്കിൽ പ്രവർത്തന രീതി അല്ലെങ്കിൽ ചിന്താശക്തി അല്ലെങ്കിൽ ചിന്താരീതി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പലപ്പോഴും നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ച നല്ല നല്ല ആശയങ്ങൾ അല്ലെങ്കിൽ നല്ല നല്ല എമോഷണൽ അല്ലെങ്കിൽ പിന്നെ ഓഡിയൻസ് കണക്ടിവിറ്റി കിട്ടുന്ന നിരവധി ആശയങ്ങൾ പലപ്പോഴും പല ക്ലയൻറ്റിനെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അവസാനം അത് ചർച്ച ചെയ്ത് വെറുമൊരു പരസ്യമായി മാറിപ്പോവും. അവസാനം നമ്മൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു എമോഷൻ അതിൽ നിന്ന് പോയി അത് അവസാനം നമ്മൾ അതൊരു വെറുമൊരു പരസ്യമായി ചെയ്തു കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തും. അത് പലപ്പോഴും സംഭവിക്കാറുള്ളതാണ്. പക്ഷേ ഭീമയെപ്പോലുള്ള ഒരു ക്ലയൻറ്റ്, അതുപോലെ പല ക്ലയൻസും ഉണ്ട്. ഭീമയെപ്പോലെ ഒരു ക്ലയൻറ്റ് ഇങ്ങനെ ഒരു ആശയം അപ്രൂവ് ചെയ്യാനും അതിൻ്റെ എല്ലാ ക്രിയേറ്റീവ് ഇൻപുട്ടുകളോടും കൂടെ പൂർണ്ണതയോടുകൂടെ ചെയ്യാൻ കൊടുത്ത ഫ്രീഡത്തിനെയും അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിൽ മാത്രമേ ഇങ്ങനൊരു ഫിലിം ഉണ്ടാവുകയുള്ളൂ. അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു, അപ്രിസിയേറ്റ് ചെയ്യുന്നു. ഇനിയും ഇതുപോലുള്ള പരസ്യങ്ങൾ ചെയ്യാൻ എല്ലാവരും മുന്നോട്ട് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. I believe in my decisions. When he proposed to me in front of the Eiffel, I said yes. My grand day. Being bride is something divine, an unforgettable feeling, and the sweet pain when you leave things behind you for a new start. Moments of sharing,
and surprises. It means a lot. Being lucky, magic of life. I am the luckiest in the world. Bima Gold, pure gold. എവിടായിരുന്നു? നിന്നെ കാണാൻ ഒരു ചെക്കൻ വരുന്നുണ്ട്. മോളിച്ചെന്ന് ഇതെങ്കിലും ഒന്ന് ഉടുക്ക്. പെണ്ണായാൽ പൊന്നു വേണം, പൊന്നും കുടമായി വേണം, പത്തരമാറ്റവൾക്ക് ഗാന്ധിമതം സ്വർണം ചാർത്തിടേണം, ഭീമതം സ്വർണം ചാർത്തിടേണം. ആണായാൽ പെണ്ണു വേണം, ആഭരണപ്രിയം വേണം, പത്തരമാറ്റവൾക്ക് ഗാന്ധിമതം സ്വർണം ചാർത്തിടേണം. 85 വർഷത്തെ പഴക്കണ്ടതിന് എന്റെ അമ്മ വാങ്ങിയതാ ഭീമേന്ന്. 85 വർഷത്തെ പരിശുദ്ധ സ്വർണ്ണ പാരമ്പര്യം. നീ എളുപ്പം എനിക്കെന്തിനാ കണ്ണാടി? നീ പറ, എങ്ങനെയുണ്ട് എന്നെ കാണാൻ? Bima Gold, pure gold, diamonds and platinum. The heart of a distant star filled with your shining eyes. Oh, like I had wings. Oh my god, it was incredible. So beautiful. Let's look inside our soul, there you'll see a pure world, a ray of shining hope, the way that nature's first gold unfold. Let's look inside our soul, see a pure world and live our life alive. Let's look inside our soul, see a pure world and live our life alive. The heart of a distant star filled with your shining eyes. Let's look inside our soul,
There you sip your own. Let's look inside our soul, see a pure world and live our life alive. Fall in love with pure gold. Bima Gold. Pure gold, diamonds and platinum.